എല്ലാവർക്കും നമസ്കാരം. വിവിധ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള 2026 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക സേവന കേന്ദ്രങ്ങളായ അക്ഷയ കേന്ദ്രങ്ങൾ വഴി 2026 ജൂലൈ 17 മുതൽ 2026 സെപ്റ്റംബർ 30 വരെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് പെൻഷൻ മസ്റ്ററിംഗ്, ആരൊക്കെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം, അതുപോലെ കിടപ്പ് രോഗികളുടെയൊക്കെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ സുരക്ഷ അതുപോലെ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം നമ്മൾ ആധാർ ഉപയോഗിച്ച് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഓൺലൈൻ പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് നോക്കാം. മസ്റ്ററിംഗ് ചെയ്യേണ്ടത് 2025 ഡിസംബർ 31 വരെ അനുവദിക്കപ്പെട്ട സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളാണ്. 2026 ജനുവരി മുതൽ ഈ ജൂലൈ വരെയുള്ള സമയത്താണ് നിങ്ങളുടെ പെൻഷൻ അനുവദിക്കപ്പെട്ടത് എങ്കിൽ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കില്ല. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ആളുകളും പ്രായ വ്യത്യാസമില്ലാതെ ഈ ഒരു മസ്റ്ററിംഗ് നടത്തണം. ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്, 60 വയസ്സിന് മുകളിൽ പ്രായമായി കഴിഞ്ഞ ആളുകളൊന്നും മസ്റ്ററിംഗ് ചെയ്യേണ്ടേ എന്നുള്ളത്. എല്ലാവരും ചെയ്യണം മസ്റ്ററിംഗ്. ഏതൊക്കെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, അതായത് നമ്മുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലൊക്കെ അപേക്ഷിച്ച് നമുക്ക് കിട്ടുന്ന വിവിധ പെൻഷൻ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഇങ്ങനെയുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അതുപോലെ തന്നെ വിവിധ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്ന ആളുകളുണ്ട്. അതായത് നമ്മുടെ കൃഷിഭവൻ മുഖേന ലഭിക്കുന്ന കർഷക പെൻഷൻ, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, മദ്രസ അധ്യാപക ക്ഷേമനിധി, അംഗൻവാടി വർക്കേഴ്സിനും ഹെൽപ്പേഴ്സിനുള്ള ക്ഷേമനിധി, റേഷൻ വ്യാപാരികൾക്കുള്ള ക്ഷേമനിധി, ഇങ്ങനെ ഒരുപാട് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഈ ഒരു മസ്റ്ററിംഗ് നടത്തണം. അതുപോലെ തന്നെ സഹകരണ പെൻഷൻ ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്ന ആളുകളും ഈ ഒരു സമയത്ത് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക സേവന കേന്ദ്രങ്ങളായിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ്. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മസ്റ്ററിംഗ് നടക്കുന്നത്. മറ്റ് കേന്ദ്രങ്ങളിൽ പോയിട്ട് തെറ്റായ രീതിയിൽ മസ്റ്ററിംഗ് ചെയ്താൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാൻ അതൊരു കാരണമാവും. അപ്പോൾ മസ്റ്ററിങ്ങിനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് മാത്രമാണ് കയ്യിൽ കരുതേണ്ടത്. ആ പെൻഷൻ വാങ്ങുന്ന വ്യക്തി തന്നെ നേരിട്ട് പോകണം. മസ്റ്ററിങ്ങിന് പോകാൻ സാധിക്കാത്ത കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ ശാരീരിക അവശതകൾ കാരണം പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരെ അറിയുന്ന ആളുകളോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മസ്റ്ററിങ് ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെ മസ്റ്ററിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട്, നിങ്ങളുടെ മസ്റ്ററിങ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒന്നും കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല. ഇനി നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിരലടയാളമോ അല്ലെങ്കിൽ കണ്ണിലെ ഐറിസോ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് പരാജയപ്പെട്ടു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നൊരു ഫെയിൽ സർട്ടിഫിക്കറ്റ് തരും. ആ ഒരു സർട്ടിഫിക്കറ്റും ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്നുള്ള ലൈവ് സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് നിങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നാണോ പെൻഷൻ വാങ്ങുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ക്ഷേമനിധി ബോർഡിൽ കൊടുക്കണം. അതുപോലെ തന്നെ 5 വയസ്സ് താഴെയുള്ള വികലാംഗ പെൻഷനൊക്കെ വാങ്ങുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ പെൻഷൻ മസ്റ്ററിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കും അക്ഷയന്ന് ഇവരുടെ മസ്റ്ററിങ് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തരും. അതും ഈ ഒരു ലൈവ് സർട്ടിഫിക്കറ്റും വെച്ച് നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി കൂടെ വെച്ചോളുക. അതും കൂടി വെച്ചിട്ട് നിങ്ങൾ ഏത് പഞ്ചായത്തിൽ നിന്നാണോ പെൻഷൻ കൈപ്പറ്റുന്നത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എവിടെ നിന്നാണോ പെൻഷൻ വാങ്ങുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളും ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ചെയ്യണം. നിങ്ങൾക്ക് പെൻഷൻ അനുവദിക്കപ്പെട്ടത് 2026 ജനുവരി മുതൽ ഈ ജൂലൈ വരെയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയപരിധി എന്ന് പറയുന്നത് ഈ 2026 ജൂലൈ 17 തീയതി മുതൽ 2026 സെപ്റ്റംബർ 30 വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയപരിധിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. സെപ്റ്റംബർ 30 ശേഷം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നവംബർ മുതലുള്ള പെൻഷൻ അത് മുടങ്ങാനും കാരണമാവും. അപ്പോൾ സെപ്റ്റംബർ 30 ചെയ്താൽ മതി. ആരും തിരക്കൊന്നും കൂട്ടേണ്ട കാര്യമില്ല. ആളുകൾക്കുള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ താമസിക്കുന്നത് ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഇപ്പം താൽക്കാലികമായിട്ട് വേറൊരു സ്ഥലത്താണുള്ളത്, പെൻഷൻ കിട്ടുന്നത് വേറൊരു പഞ്ചായത്ത് പരിധിയിലാണ്, അപ്പം ആ പഞ്ചായത്ത് പരിധിയിലുള്ള അക്ഷയ കേന്ദ്രത്തിൽ തന്നെ പോകണോ എന്നുള്ളത്. അങ്ങനെ പോകണ്ട. നിങ്ങൾക്ക് കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും, അതായത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഈ ഒരു മസ്റ്ററിങ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 പെൻഷൻ മസ്റ്ററിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 2025 ഇതുപോലെ ഒരു സമയം കൊടുത്തിരുന്നു. ആ സമയപരിധിയിൽ ചെയ്യാതെ പെൻഷൻ മസ്റ്ററിങ് വൈകി ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അതായത്
ഇപ്പം മസ്റ്ററിങ് തുടങ്ങുന്നത് ജൂലൈ 17-ാം തീയതിയാണ്. 2026 ജൂലൈ 17-നാണ് മസ്റ്ററിങ് തുടങ്ങുന്നത്. അപ്പോൾ ജൂലൈ 16 വരെ മസ്റ്ററിങ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർ വീണ്ടും മസ്റ്ററിങ് ചെയ്യണം. കഴിഞ്ഞ തൊട്ട് മുന്നേ ഒരു 2 മാസം മുന്നേ ഒക്കെ മസ്റ്ററിങ് തെറ്റി ചെയ്തിട്ടുള്ള ആളുകളൊക്കെ വീണ്ടും ഈ 2026 വർഷത്തെ മസ്റ്ററിങ് വീണ്ടും ചെയ്യണം. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ 2 മാസം മുന്നേ ഒന്ന് പുതുക്കിയിരുന്നു, അല്ലെങ്കിൽ 3 മാസം മുന്നേ പുതുക്കിയിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ 2026 മസ്റ്ററിങ് മുഴുവൻ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ജൂലൈ 17 മുതലുള്ള തീയതിയിൽ, ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള തീയതിക്കുള്ളിൽ ചെയ്തിരിക്കണം. പിന്നെ ആളുകൾക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ചില അക്ഷയ കേന്ദ്രങ്ങൾ പോയപ്പം വിരലടയാളമാണ് എടുത്തത്, ചില സ്ഥലത്ത് പോയപ്പം കണ്ണാണ് എടുത്തത്. അപ്പം ഞങ്ങൾ വീണ്ടും പോയി എടുക്കണോ, വിരലെടുത്തവർ വീണ്ടും കണ്ണ് പോയി എടുക്കണോ, കണ്ണെടുത്തവർ വീണ്ടും പോയി വിരലെടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, നിങ്ങളുടെ വിരലടയാളം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലെ ഐറിസ്, ഇത് ഉപയോഗിച്ച് രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ വാട്സാപ്പോ യൂട്യൂബോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി പറഞ്ഞ് അറിയിച്ച് അവരെ അക്ഷയ കേന്ദ്രത്തിലേക്ക് അയച്ചുകൊണ്ട് ഈ ഒരു മസ്റ്ററിങ് പ്രക്രിയ പൂർത്തീകരിക്കുക. വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.